ഹലോ, ഇന്നൊരു ഈവനിങ് വ്ലോഗാണ്. അപ്പം വൈകിട്ടായപ്പോഴത്തേക്ക് ഞങ്ങൾ വിളക്കൊക്കെ കത്തിച്ച് നാമമൊക്കെ ജപിച്ചിട്ടിരിക്കുക. അപ്പം മോൻ എന്തോ പടം വരയ്ക്കാനുള്ള തിരക്കില്ല. അവന് കൂട്ടായിട്ട് ഞാൻ നന്ദഗോവിന്ദം ഭജൻസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവനും കേൾക്കാം, എനിക്കും കേൾക്കാം, കൂടെ നമ്മുടെ ദൈവത്തിനും നന്ദഗോവിന്ദം കേൾക്കാം. അവരുടെ പാട്ടൊക്കെ കേൾക്കാൻ, ഭജൻസ് ഒക്കെ കേൾക്കാൻ എന്തോറയാണല്ലേ. അപ്പം എന്ത് രസമാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഞാൻ വിചാരിച്ചു അടുക്കളയിൽ പോയി നമുക്ക് രാത്രിയിലത്തേക്ക് ചപ്പാത്തിയും നല്ല വെജിറ്റബിൾ കുറുമയും വയ്ക്കാം. അങ്ങനെ ഗ്രീൻ പീസ്, ക്യാരറ്റ്, ബീട്രൂട്ട്, ക്യാപ്സിക്കം അങ്ങനെ എല്ലാ വെജിറ്റബിൾസും ഇട്ടിട്ടുണ്ട്. അപ്പം ചപ്പാത്തി പരത്തി കഴിഞ്ഞു. നമ്മുടെ സിങ്കിനകത്ത് കുറേ പാത്രങ്ങളുണ്ട്. അപ്പം ചപ്പാത്തി ചുട്ടതിന് ശേഷം നമുക്ക് പാത്രം കഴുകാൻ പോകാം. അങ്ങനെ ചപ്പാത്തി ചുടാൻ വേണ്ടിയിട്ട് ഞാൻ സ്ലാബിൻ്റെ പുറത്ത് കയറിയിരിക്കുക. അപ്പോൾ കുറേ നേരമായി നിന്ന് മതിയായപ്പോഴത്തേക്കും സ്ലാബിൻ്റെ പുറത്ത് കയറി ഇരുന്നിട്ടാണ് നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഈ ചപ്പാത്തി ചുടുന്ന സീൻ കണ്ടപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, ഒരു 8 വർഷം മുമ്പാണ് ഞാൻ അടുക്കളയിൽ കയറിയത്. ആ സമയത്ത് എനിക്കൊരു കുന്തും ഉണ്ടാക്കാൻ അറിയത്തില്ലായിരുന്നു. ഞാനാണോ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്നു, കറി ഉണ്ടാക്കുന്നു. എനിക്ക് അഭിമാനം തോന്നുന്നു ഈ ചപ്പാത്തിയുടെ പുറത്ത് നെയ്യ് തേക്കുന്നതിനെ കാണുമ്പോഴത്തേക്ക്. അപ്പം അതൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം രാത്രിയിലത്തെ ഡിന്നറിന്ന് ചപ്പാത്തിയും കുറുമ. അപ്പം ഞാൻ കഴിക്കുവാണേ, നിങ്ങളും ഡിന്നറൊക്കെ കഴിച്ച് വേഗം പോയി കിടന്നു. നല്ല മഴയാണ്.